തന്നെ. ഇവൻ വളർന്ന് എത്ര വലുതായിരിക്കുന്നു. നോക്ക് മോനെ, ഇനി ഒരിക്കലും നീ ഈ വീട്ടിൽ നിന്ന് പുറത്തു പോകരുത്. ഇത്രയും ദിവസം നീ എവിടെയായിരുന്നു? എനിക്കിഷ്ടപ്പെടരുത്. പഴയ വിഷയങ്ങളൊക്കെ ഓർമ്മയുണ്ടോ അല്ലെങ്കിൽ മറന്നോ? കൃഷ്ണ, അമ്മായി, ഈ സൂര്യയിലെ എപ്പോഴും എന്നോട് പ്രശ്നം ഉണ്ടാക്കുക. നിങ്ങൾ രണ്ടുപേരും ഇനി വഴക്കൂടാൻ പാടില്ല, മനസ്സിലായോ? മിണ്ടാതിരുന്ന് കഴിക്ക. അത് കണ്ടോ അവൻ നോക്കുന്നത്? എടാ, ഒരു വായ കൂടെ കഴിക്കും മോനെ. സാറേ, ചേച്ചി ലൈനിലുണ്ട്. സൂര്യ വീട്ടിൽ വന്നിട്ടുണ്ട് അത്രേ. ഹലോ. അതെ, നമ്മുടെ സൂര്യ നമ്മുടെ വീട്ടിലേക്ക് വന്നു. അതിന് ഞാനെന്ത് വേണം? ഞാനിപ്പോ എന്താ പറയാ, എനിക്ക് ഭയങ്കര സന്തോഷായി. എനിക്ക് വളരെ ദുഃഖമുണ്ട്. ഫോൺ വെക്കേ. അതെ, എങ്ങനെയോ സൂര്യ വീട്ടിലെത്തിയല്ലോ. വീട്ടിൽ വരാതെ പിന്നെ എവിടെ പോവൻ? എവിടെ പോയാലും ഇവിടെ തന്നെ വന്നേ പറ്റൂ. അല്ല, ഈ വായിൽ നല്ല വാക്കുകളൊന്നും വരില്ലേ? നല്ല കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ നല്ല വാക്കുകൾ വരും. നമ്മൾ ഇത്രയും പണം ചെലവ് ചെയ്ത് ഉത്സവം നടത്തിയത് ആ വലിയ വീട്ടിലെ തെണ്ടിയെ വലുതാക്കാനാണോ? സാറെന്തിനാ വിഷമിക്കുന്നേ? ഉത്സവം നല്ലപോലെ നടന്നു തീർന്നല്ലോ, പിന്നെന്താ? അങ്ങനെ അല്ലല്ലോ. അവൻ വെളി ബിരിയാണി കട വെച്ചോണ്ടിരുന്ന. നിനക്കെങ്ങനെ അറിയാം? എനിക്കും അവനും ഒരു കണക്കുണ്ട്. എന്നെ അവൻ അടിച്ച് നാണം കെടുത്തി. തന്ത എന്നെ തല്ലി, സന്തതി നിന്നെ വീട്ടില്ല. ഞാൻ അവനെ കൊന്ന് അവന്റെ രക്തം എടുക്കാണ്ട്. നമസ്കാരം. എന്തിനല്ല എണീറ്റ് ഇരിക്കെ. അല്ല സാറേ, ഇദ്ദേഹത്തിനെ കാണുമ്പോ രാജു സാർ വന്നത് പോലെ തന്നെ ഉണ്ട്. ഓ, മഞ്ഞപ്പിത്തം പാചകം എല്ലാം മഞ്ഞായിട്ടേ തോന്നുന്നു. കൂടുതലൊന്നും പറയണ്ട, ഇരിക്കെ. എന്താ കാര്യം? നിങ്ങൾ ഇരിക്കേ, സംസാരിക്കാം. വലിയ വീട്ടിലെ പയ്യനായതുകൊണ്ട് നീ വലിയ ആളൊന്നുമല്ല. അങ്ങനെ ഞാനൊരിക്കലും കരുതിയിട്ടില്ല. ആൾക്കാരൊക്കെ സ്നേഹത്തോടെ വിളിക്കുന്നു. സ്നേഹത്തോടെ തരുന്ന ഒന്നും ഞാൻ വേണ്ടെന്ന് പറയില്ല. ഏയ്, ഇത് ലെവല്. ലെവല്. ലെവലെന്ന് പറഞ്ഞാൽ ഇതാണ് പാരമ്പര്യമായിട്ട് കിട്ടുന്നത്. കൊമ്പത്തെ ലെവൽ. എന്തെന്ന് കൊമ്പത്തെ ലെവൽ? നിന്റെ അച്ഛൻ കർഷകരെ പറ്റിച്ചു, അതിനാണ് ഈ മീറ്റിംഗ്. കർഷകരെ പറ്റിക്കാൻ മാത്രം അത്ര ചീപ്പല്ല എൻ്റെ അച്ഛൻ രാജു. ഓ, അത്രയ്ക്ക് പാവാണല്ലോ നിന്റെ അച്ഛൻ. വളരെ നല്ല മനുഷ്യൻ. ഏയ്, തന്റെ അച്ഛനാണ് വില്ലൻ. എൻ്റെ അച്ഛൻ എനിക്ക് മാത്രമാണ് വില്ലൻ. അദ്ദേഹത്തിൻ്റെ അടുത്ത് ആരെങ്കിലും പ്രശ്നമായിട്ട് ചെന്നാൽ അവർക്ക് ഞാനായിരിക്കും വില്ലൻ. ഹീറോ പവർഫുൾ ആണെങ്കിലേ വില്ലനൊരു മര്യാദയുള്ളൂ. ഏയ് ബാബു, കിട്ടുന്നത് ഭക്ഷിച്ചുകൊണ്ട് വാലാട്ടി മര്യാദയ്ക്ക് ജീവിച്ചാൽ നിനക്ക് നല്ലത്. കടിക്കാവുന്നും കുറയ്ക്കാവുന്നും വിചാരിച്ചാലുണ്ടല്ലോ, പേപ്പട്ടി കൊല്ലുന്ന പോലെ കൊന്നുകളയും. അതുകൊണ്ട് കഴിയുന്നത്ര വേഗത്തിൽ ഈ നാട് വിട്ട് പോകണം. ഇനി വീണ്ടും അടുത്ത മാസം വരണം സാർ. സാറേ, ഒരു നിമിഷം ഒന്ന് കാലിടറിയാലും എനിക്ക് എഴുന്നേറ്റ് നിൽക്കാനുള്ള ശക്തി ഇപ്പോഴും കയ്യിലുണ്ട്. മോന്റെ സഹായം വേണ്ടപ്പോൾ ഞാൻ ചോദിച്ചോളാം, അപ്പം തന്നാ മതി കേട്ടോ. ബാ. എന്താണ് മാമ, വജ്രമണി കുറച്ച് വീക്കാണെന്ന് തോന്നുന്നല്ലോ. അവർക്ക് ടെൻഷൻ എന്താ കുറവ്? എപ്പോഴും ടെൻഷനിൽ തന്നെയാ. മരുന്ന് കുറച്ച് കൂടിപ്പോയിട്ടാ. വജ്രമണിയായിട്ടിരിക്കണം. ഇപ്പൊ ഈ പോക്കിനത്ര സുഖമില്ല. കുറച്ചോളം പറ. അച്ഛനും മോനെ ആരെങ്കിലും പറയുന്നേക്കൊന്ന് അനുസരിക്കുകയാണെന്നുണ്ടെങ്കിൽ പറയും. ഞാൻ അവരെ കൂട്ടിക്കൊണ്ടെന്ന് പറയിപ്പിക്കാം. നടക്കുന്ന കാര്യം ഇതൊക്കെ. സൂര്യ, പ്ലീസ് ഒന്ന് മനസ്സിലാക്ക്. ഏതോ മനസ്സിലാക്കണത്രേ, മനസ്സിലാക്കുന്നേ. ലങ്ക അല്ല, ലവങ്ക. ലവ് എന്ന് പറഞ്ഞാൽ ഡേഞ്ചറാ. ഇവിടെ അതിലും ഡേഞ്ചറാ. ഡബിൾ ആക്ടിങ്. അങ്ങനെയാണോ? കണ്ട അങ്ങനെ തോന്നുന്നല്ലോ. തോന്നുന്നതിനാ സെക്രട്ടറി ബിൽഡിംഗ്. ഗംഗ, ഞാൻ ഇങ്ങേർക്ക് വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാ ചെയ്തിട്ടുള്ളതെന്ന് അറിയോ നിനക്ക്? എന്തൊക്കെയാ ചെയ്തേ? എന്റെ സ്റ്റൈല് ചേഞ്ച് ചെയ്തു, എന്റെ ഹാബിറ്റ്സ് ഒക്കെ ഉപേക്ഷിച്ചു, ചെറുതായിട്ട് അടിച്ചോണ്ടിരിക്കായിരുന്നു. അയ്യോ, അതൊക്കെ തെറ്റാണ്. അതൊന്നും വിടാൻ പാടില്ല. ഇത്ര നല്ല കാര്യങ്ങൾ എന്തിനാ വിടുന്നേ? കണ്ടിന്യൂ ചെയ്തൂടെ പ്ലീസ്? കറക്റ്റ്. വരുത്തിക്കോ. എന്തിനെ? വെള്ളം അടിക്കാൻ. തായ് പലാവ്, ബിരിയാണി സെന്റർ, ബാർ ആൻഡ് റെസ്റ്റോറന്റ്, ഡ്രിങ്ക്സ് നോട്ട് അലൗഡ് ഇൻസൈഡ്. ഹലോ, ഇന്ന് ഞാൻ ഇവിടെ വെള്ളം അടിച്ചേ തീരൂ. പോയി വാങ്ങിച്ചിട്ട് വാ. ഇതാ കുടിച്ച് നിങ്ങൾ മരിച്ചു കഴിഞ്ഞാലേ നിങ്ങളുടെ മരണത്തിന് ഞങ്ങൾ കാരണമല്ല. സൈഡ് ഡിഷ് എന്താ വേണ്ടത്? മത്തി പൊരിച്ചത്, ബീഫ്, ബുൾസേ. ഇവളടുത്ത് സ്പെയർ പാർട്സിന്റെ പേരൊന്നും പറയാതെ നീ വായടക്കി.
അയ്യോ വാട്ടറോ? വാട്ടർ മിക്സ് ചെയ്ത് കുടിച്ചാലേ ഛർദിക്കാൻ വരും. ഞാൻ ഇങ്ങനെയാ റോ ആയിട്ട് കുടിക്കും. അപ്പൊ റാ പാർട്ടിയാണല്ലേ? നിക്ക്. ഒരടി എന്ന മുഖം വാൾ പോസ്റ്റ് പോലെ ആകും. സ്ഥലം ഇവിടെ നോക്ക്. നീ എന്റെ കെട്ടിയാനൊന്നുമല്ലല്ലോ. ലങ്ക നീ അടിച്ചു. താങ്ക്സ്. ചോദ്യം ചേച്ചി. ദാ നോക്ക്, ഞാൻ ഒരിക്കലും കമ്മിറ്റ് ആകില്ല. ഒരു പക്ഷെ കമ്മിറ്റ് ആയി കഴിഞ്ഞാ ഞാൻ പറയുന്ന ഞാൻ തന്നെ കേട്ടൊന്നും വരില്ല. കേക്കണ്ട വിട്ടേക്ക്. കൊഞ്ചു പോലും നിന്റെ പഞ്ച് ഡയലോഗ് അടിക്കുന്നു. എഴുതിട്ട് വീട്ടിൽ പോയി നോക്കണേ. സൂര്യ സാർ, മദ്യം കണ്ടതും കണ്ണടച്ചിട്ട് എടുത്തു കുടിക്കുന്ന സിറ്റുവേഷനിലാണ് ഞങ്ങൾ. നിങ്ങൾക്ക് ഇതൊന്നും വേണ്ട. കിട്ടാത്തവളെ മാലാകെന്നും കിട്ടിയവളെ പ്രേതമെന്നും വിളിക്കുന്നത് തെറ്റാണ്. താനെ കിടുന്ന പായസം എന്തിനാ വെറുതെ വിടുന്നത്? എടുത്തോളൂ. ലവ് ഈസ് ബ്ലൈൻഡ്, യു നോ. റാവായിട്ട് കുടിച്ചാലേ വയറൊക്കെ എരിയും. ഡേഞ്ചറസാ. സാർ, ഞാനാ സാർ കേബിൾ ബാബുവിന്റെ അനിയൻ കരാത്തെ മഞ്ച സംസാരിക്കുന്നത്. എന്താ കാര്യം പറ. സാർ, ഞങ്ങൾ ഒരു ലോക്കൽ പെണ്ണ് 6-7 പേര് ചേർന്ന് റേപ്പ് ചെയ്തു. ലോക്കൽ പെണ്ണായിട്ട് എന്താ പ്രശ്നം ഉണ്ടാക്കുന്നത്? അതാ സാർ. അപ്പൊ ഞങ്ങൾ ഇപ്പൊ എന്ത് ചെയ്യും സാർ? ജീവിച്ചിരിപ്പുണ്ടോ അതോ ചത്തോ? ഇനിയും ജീവനുണ്ട് സാർ. അവൾക്ക് നല്ലപോലെ മദ്യം ഒഴിച്ചു കൊടുക്കുക. പ്ലാസ്റ്റിക് കവറിൽ മുഖം പൊതിഞ്ഞ് അവളെ തീർത്തേക്ക്. ശരി സാർ, താങ്ക് യു സാർ. കേട്ടോ, നിന്റെ അപ്പൻ എങ്ങനെയുള്ള ഒരാളാന്ന്. നിനക്കൊരു ലവർ ഉണ്ടല്ലേ, വലിയ മാവീരൻ. അവന് ഫോൺ ചെയ്ത് വരാൻ പറ. അവനിങ്ങോട്ട് വരാൻ പറ. ഹലോ, ആരാണ്? ഹായ് ബ്രോ. നിന്റെ പെണ്ണിനെ അങ്ങോട്ട് ഞാൻ പൊക്കി. നിന്റെ കൺമുന്നേ റേപ്പ് ചെയ്യാന്നാ ഞാൻ ഫോൺ ചെയ്തത്. അഡ്രസ് പറയാൻ നോട്ട് ചെയ്തോ. ഒരു പെണ്ണിനെ വെച്ച് വില വെച്ചുന്ന വൃത്തികെട്ടവനെ എന്താ വിളിക്കേണ്ടത്? കുടിക്കടാ. കുറിയാ. ഞാൻ നിന്റെ കൂടെ സന്തോഷമായിട്ടിരിക്കുന്ന അവൻ കാണണം. അവനെ എണിപ്പിക്കടാ. എണീക്കടാ. നിന്റെ മിക്സിങ് ശരിയല്ല. വെള്ളം ഒരുപാട് കൂടിപ്പോയി. എനിക്ക് ഡ്രൈ ആയിട്ട് വേണം. ഞാൻ നോർമലായിട്ടിരിക്കുമ്പോ തന്നെ അടിച്ചാൽ അതിന്റെ കൈയും കാലൊക്കെ പീസ് പീസാകും. അപ്പൊ പിന്നെ കിക്കോടെ അടിച്ചാൽ നിന്റെ പോയില്ലേ? വാടാ വാടാ വാടാ. ഡാടാ പുറകെ നടിക്കടാ. വാ വാടപ്പോ നീ എങ്ങോട്ട്? കൈ എടാ, ഇവിടെ ടച്ചിങ് തരാൻ ആരുമില്ലേ? ഈ രക്തത്തിന് ഭയങ്കര ഉപ്പാണ്. നമസ്കാരം മാഡം, ഒരു മിനിറ്റ്. ഡ്രൈ ആയിട്ട് അടിച്ചാലല്ലാതെ എനിക്കൊന്നും ഫീൽ ആവില്ല ബ്രോ. വല്ല കമ്പി കൊണ്ട് അടിക്ക്.
കേക്ക്. സൂര്യ, വാ ഇങ്ങോട്ട്. സൂര്യ, മതി. വാ ഇങ്ങോട്ട്. വരാനാ പറഞ്ഞെ. ഞാൻ വെള്ളം അടിക്കില്ല നിഷ മാഡം. എന്നെ ബലമായിട്ട് പിടിച്ച് കുടിപ്പിച്ചാലും ഉറപ്പായിട്ടും വണ്ടി ഞാൻ ഓടിക്കില്ല. നിയമത്തെ ബഹുമാനിക്കണം മാഡം. നിങ്ങൾ ആ ഹാൻഡിലിൽ മുറുക്കെ പിടിച്ചു. ഞാനിപ്പോൾ എവിടെയാ മുറുക്കെ പിടിക്കുക? ഞാൻ പറയുമ്പോഴൊക്കെ ആ ക്ലച്ച് പിടിച്ചോണേ. ഗിയർ ഞാൻ മേഘദൂത് കാത്തു നിൽപ്പൂ എന്നിലെ സാഗരം മുഖമായി വാങ്ങുവോ. ഞാൻ ഉഷയുടെ ഫാനാണ്. ഉഷ ഫാൻ. എന്നെ ഏതെങ്കിലും ഗസ്റ്റ് ഹൗസിലേക്കാണോ കൊണ്ടുപോകുന്നത്? ഇതറിഞ്ഞാൽ എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നെ നോക്കി ചിരിക്കും കേട്ടോ. നിങ്ങൾ ഭയങ്കര അഡ്വാൻറ്റേജ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അയ്യോ വക്കീല്, നമ്മളെന്താ ഇവിടെ ഡിവോഴ്സ് ചെയ്യാൻ വേണ്ടിട്ടാണോ വന്നത്? അതെ സാറേ, സാറേ കേസ് എടുക്കല്ലേ. ഞങ്ങൾ ലവ് തുടങ്ങിയിട്ട് പോലും ഇല്ല. നിശ്ചാൻ വേണ്ടി കഷ്ടപ്പെടുന്നു വേണ്ട സാറേ. ഒരു മിനിറ്റ്, ഇതെന്താ നിഷേധ്? നമ്മൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. നമ്മൾ കേസ് കൊടുത്ത് കോംപ്രമൈസ് ചെയ്തിട്ടില്ല. ഇവരുടെ അച്ഛൻ മിസ്റ്റർ സുബ്രഹ്മണ്യൻ, ക്രിമിനൽ ലോയർ. ഓ, ക്രിമിനൽ ആണല്ലേ? സെക്യൂരിറ്റി, ഈ തേർഡ് ക്ലാസ്സിന് ആരകത്തേക്ക് വിട്ടത്? തേർഡ് ക്ലാസ് ഞങ്ങൾ രണ്ടുപേരല്ലേ ഇവിടെ ഉള്ളൂ. ഹൈ ക്ലാസ് ഇഡിയറ്റ് കൺട്രി ബ്രൂട്ട് മൈൻഡ് യുവർ മലയാളം ലാംഗ്വേജ്. ആരെ നോക്കിയോ താൻ തേർഡ് ക്ലാസ്? സെക്യൂരിറ്റി, തന്റെ തന്തയെ ബുദ്ധിന്റെ നിനക്ക്? അതെ നിഷാന്ത്, നിന്റെ തന്തയുണ്ടല്ലോ കുറിച്ചിരുത്തി ഒരു ഇടി കൊടുത്താണല്ലോ എല്ലാ കാര്യങ്ങളും ശരിയാകും. ഇത് 307 ആണെങ്കിൽ മർഡർ കേസ്. ആം ഐ റൈറ്റ് ക്രിമിനൽ ലോയർ? ഈ നെറികെട്ടവൻ നിനക്ക് ഫ്രണ്ട്? ആരെയാണ് നീ നെറികെട്ടെന്ന് വിളിച്ചേ? കൊന്നോളൂ ഞാൻ. ഇദ്ദേഹമല്ല, നെറികെട്ടവൻ നിങ്ങളാണ്. അച്ഛനോട് എനിക്ക് ഒരുപാട് ബഹുമാനം ഉണ്ടായിരുന്നു. എല്ലാവരോടും അഭിമാനത്തോടെ ഞാനൊരു ക്രിമിനൽ ലോയറുടെ മകളാണെന്ന് പറയാറുണ്ട്. ഹലോ മാഡം, വാട്ടർ പ്ലീസ്. പക്ഷെ ഇന്ന് അച്ഛൻ ചെയ്ത കാര്യമുണ്ടല്ലോ. ഒറിജിനൽ വാട്ടർ. അച്ഛൻ എന്നൊരു കോൾ വന്നില്ലായിരുന്നോ? അവന്മാരെ റേപ്പ് ചെയ്തിട്ട് എങ്ങനെ രക്ഷപ്പെടണ്ടെന്ന് ചോദിച്ചപ്പോ ഒരു സൂപ്പർ ഐഡിയ പറഞ്ഞു കൊടുത്തല്ലോ. അടിപൊളി അച്ഛാ, സൂപ്പർ. പക്ഷെ അവന്മാര് റേപ്പ് ചെയ്യാൻ നിന്ന പെണ്ണാരാന്നറിയോ അച്ഛന്? ഞാനാണച്ഛാ, നിങ്ങളുടെ സ്വന്തം മകള്. അകത്തേക്ക് വരാൻ വേണ്ടിയല്ല ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്, ഇത് പറയാൻ വേണ്ടിയാ വന്നത്. വാ സൂര്യ. എടോ ക്രിമിനൽ തന്തേ, സെന്റിമെന്റൽ മൂഡിൽ നിന്ന് റൊമാന്റിക് മൂഡിലേക്ക് പോകുന്നത് മാത്രം കഷ്ടമാണെന്ന് അറിയോ? താനൊക്കെ എന്തിനാണോ തന്തയാണെന്ന് പറഞ്ഞ് നടക്കുന്നത്? വാ സൂര്യ. നിഷ മാഡം, 1 മിനിറ്റ് പ്ലീസ്. അമ്മവ തങ്കപ്പെട്ട ഒരു പെണ്ണിനെയാണ് എന്തായാലും ഗിഫ്റ്റ് ആയിട്ട് തന്നിരിക്കുന്നത്. ഞാനൊന്ന് കെട്ടിപ്പിടിച്ചോട്ടെ അമ്മയച്ച. ഭയങ്കര ചൂടാണല്ലോ. ചെറിയ ചെറിയ കേസിലൊക്കെ അകത്ത് പോയാൽ പുറത്തിറക്കുമല്ലോ അല്ലേ? ഇറക്കിയല്ലേ പറ്റൂ, മരുമരായി പോയില്ലേ അല്ലേ? ബൈ. നിന്റെ പുറത്ത് ഇങ്ങനെ മുഖം വെച്ച് കിടക്കുന്ന ഈ കിടപ്പുണ്ടല്ലോ, അതൊരു പ്രത്യേക സുഖം തന്നെ. നിന്നെ കാണുമ്പോ എനിക്ക് എന്തൊക്കെയോ തോന്നുന്നു. ഇനി എന്നെ ഇട്ടിട്ട് എവിടെയെങ്കിലും നീ പോയാലുണ്ടല്ലോ. കൺട്രോൾ സൂര്യ, കൺട്രോൾ സൂര്യ, കൺട്രോൾ. നിഷ മാഡം, ഞാൻ കൈ ഇവിടെ വെച്ചോട്ടെ. കുറച്ചു നേരം ഈ പുറം ഒന്നും ബെഡായിട്ട് യൂസ് ചെയ്യണേ. ഉറങ്ങത്തേ ഉള്ളൂ, അല്ലാതെ വേറൊന്നും ചെയ്യില്ല. അതെ, കുടിച്ചോണ്ട് പറയാണെന്ന് വിചാരിക്കണ്ട കേട്ടോ. നിങ്ങളുടെ ആ ഡബിൾ ആക്ടിങ് റോളില്ലേ, ആ വേറെ ആള്, ആ ഉഷ, ആ ഉഷയുടെ ക്യാരക്ടർ മുടിയൊക്കെ ഇങ്ങനെ പിന്നിട്ടിട്ട് വരുമ്പോ കുറെ പൂവെടുത്ത് തല വെക്കണത് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. ആ അവസാനം ബാലൻസ് പോയി അല്ലേ? നിങ്ങൾ ഒത്തിരി സ്വീറ്റ് ആയിട്ട് സംസാരിക്കല്ലായിരുന്നോ? അതുകൊണ്ട് നിങ്ങളുടെ മുഖം ഒന്ന് കാണുന്നുണ്ടായിരുന്നു. അങ്ങനെ ബാലൻസ് വിട്ടുപോയി. കറക്റ്റ്. ഈ പ്രായത്തിൽ ബാലൻസ് വിട്ടുപോകാതെ പിന്നെ വയസ്സാകാലത്ത് ബാലൻസ് വിട്ടിട്ട് എന്തൊക്കെ